ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി വളരെ ടേസ്റ്റുള്ള ഒരു അച്ചാറാണ്. നമ്മളുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് ഈ ഒരു അച്ചാർ തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. ഇനി അച്ചാർ തയ്യാറാക്കാൻ 2 ഓമക്കായാണ് വേണ്ടത്. അത് നമ്മളുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് പറിച്ചിട്ടുള്ളത്. ഓമക്കായ ചെറുതായ കാരണം ഞാൻ ഒരു ഓമക്കായും കൂടി പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 2 ഓമക്കായ വെച്ചിട്ടാണ് ഞാനിവിടെ അച്ചാർ തയ്യാറാക്കുന്നത്. ഈ ഒരു വലിപ്പത്തിലുള്ള ഓമക്കായാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് അച്ചാർ തയ്യാറാക്കുന്നത്. ഇനി 2 ഓമക്കായയുടെയും തൊലി കളഞ്ഞ് അതിനെ ക്ലീൻ ചെയ്ത് എടുക്കാം. ഓമക്കായ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിൽ കുരുവൊക്കെ കളഞ്ഞ് ഇനി അത് കട്ട് ചെയ്യാണ്. അപ്പോൾ ഇത് അച്ചാറിനായിട്ട് കട്ട് ചെയ്യുമ്പോൾ ഇത്തിരി നീളത്തിലാണ് കട്ട് ചെയ്യുന്നത്. സ്ക്വയർ ടൈപ്പിലല്ല കട്ട് ചെയ്യുന്നത്, നീളത്തിലാണ് കട്ട് ചെയ്യുന്നത്. നീളത്തിൽ കട്ട് ചെയ്യുമ്പോൾ ആർക്കും പെട്ടെന്ന് ഓമക്കായ ഒന്നും മനസ്സിലാവുന്നില്ല. പിന്നെ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് കനത്തിലും നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ പെട്ടെന്നത് വെന്തുടയുന്നതാണ്. അങ്ങനെ വെന്തുടയാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യാനേ പാടുള്ളൂ. ഓമക്കായ ഈ ഒരു നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ എല്ലാ ഓമക്കായും ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു നീളത്തിലാണ്, ഈ ഒരു നീളത്തിലും ഈ ഒരു കനത്തിലാണ് ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഓമക്കായാണ് നമുക്ക് കട്ട് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി അച്ചാറിന് വേണ്ടിയിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി അതിനാവശ്യമായിട്ടുള്ള കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി അച്ചാറിന് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി കല്ലിലാണ് ചതച്ചെടുക്കുന്നത്. ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. അതുപോലെ ഇഞ്ചിയും ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി, ഫൈനായിട്ട് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട്. ഇനി പച്ചമുളക് കട്ട് ചെയ്യുന്നുണ്ട്. 3 പച്ചമുളകാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഓരോരുത്തരും എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് കൂട്ടാം. അപ്പോൾ ഇതിന് മുളക് പൊടി എടുക്കുന്നുണ്ട്. അപ്പോൾ എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് 3 പച്ചമുളക് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൂ. ഇനി അച്ചാറിലേക്ക് ഒരു പൊടി തയ്യാറാക്കണം. അതിനൊരു പാൻ അടുപ്പിലോട്ട് വെച്ച് അതിലോട്ട് ഒരു 1.5 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. 1.5 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വറുത്തിട്ട് വേണം അതിനെ പൊടിച്ചെടുക്കാൻ. ഈ കടുകും ഉലുവയും നല്ല മൊരിയേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഈ ചൂട്ടോട് കൂടി തന്നെയാണ് മിക്സിയിൽ പൊടിച്ചെടുക്കുന്നത്. ഇത് അച്ചാറിലോട്ട് ഇട്ടാൽ നല്ലൊരു ഫ്ലേവറാണ് അച്ചാറിന് കിട്ടുക. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പൊടിച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി അച്ചാർ തയ്യാറാക്കാൻ ഒരു പാൻ അടുപ്പിലോട്ട് വെക്കുന്നുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണയിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നത് ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഇഞ്ചിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവ രണ്ടും ഇട്ടതിന് ശേഷം നല്ലതുപോലെ തന്നെ വഴറ്റി കൊടുക്കണം. അതിൻ്റെ പച്ച മണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇട്ട് കൊടുക്കുന്നത് പച്ചമുളകാണ്. പച്ചമുളകും കൂടെ തന്നെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഈ അച്ചാർ മാത്രം മതി ചോറ് വയറ് നിറയെ ഉണ്ണാൻ. നല്ല ടേസ്റ്റാണ് ഈ ഒരു അച്ചാർ. ഒരിക്കലെങ്കിലും ഇത് തയ്യാറാക്കി നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ളത് മുളക് പൊടിയാണ്. എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് 1 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇട്ട് കൊടുക്കുന്നത് കായത്തിൻ്റെ പൊടിയാണ്. അത് ഒരു 1/2 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. അധികം കൂടാൻ പാടില്ല, കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ 2 ഓമക്കായാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് പൊടികളൊക്കെ ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ പൊടികളൊക്കെ കരിഞ്ഞു പോകും. ഇനി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഇനി ഒഴിച്ചു കൊടുക്കുന്നത് സുറുക്കയാണ്. സുറുക്ക ഒരു 3 ടേബിൾ സ്പൂണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അച്ചാറിലോട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല, അതിന് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്.
അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇളക്കി കൊടുക്കാം. വിനാഗിരി ഒഴിച്ചതിന് ശേഷം ഈ ഒരു മസാല, മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഉള്ള ഈ മസാല നല്ലതുപോലെ ഒരു 2 മിനിറ്റോളം തിളക്കണം. അങ്ങനെ വിനാഗിരി അങ്ങനെ തിളപ്പിച്ചെടുത്താൽ അച്ചാർ പെട്ടെന്ന് കേട് വരില്ല. അപ്പോൾ അതിന് ശേഷം ഓമക്കായ, അരിഞ്ഞു വെച്ചിട്ടുള്ള ഓമക്കായ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നീളത്തിൽ അരിഞ്ഞ് വരാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കാണാൻ. ഇനി അത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാ ഭാഗത്തേക്കും ഈ മസാല ഓമക്കായയുടെ എല്ലാ ഭാഗത്തേക്കും എത്തണം. അപ്പോൾ മുഴുവനായിട്ട് തന്നെ ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ അച്ചാർ പൊടിയാണ്. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഓമക്കായ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ അച്ചാർ പൊടി ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഈ ഓമക്കായ അച്ചാറിൻ്റെ മെയിൻ സീക്രറ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അടുത്ത് ഇട്ട് കൊടുക്കുന്നത്. ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 അച്ച് ശർക്കര അതുപോലെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഈത്തപ്പഴം ചേർത്താലും കുഴപ്പമില്ല. ഇപ്പോൾ ഈ കല്യാണങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന അച്ചാർ പോരെ നല്ലൊരു മധുരത്തോട് കൂടിയിട്ടുള്ള ഒരു അച്ചാറായിട്ടാണ് ഇപ്പോൾ ഈ ഓമക്കായ അച്ചാർ ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈത്തപ്പഴമൊക്കെ ഇപ്പോൾ എല്ലാവരും വീട്ടിലും ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ഒരുവിധം വീട്ടിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റാണ്. ശർക്കരയാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. പഞ്ചസാരനെക്കാട്ടി നല്ലത് ശർക്കരയാണല്ലോ. അപ്പോൾ അതാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ആ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവയും കടുകാണ്. അപ്പോൾ അതിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓമക്കായ ഇട്ടതിന് ശേഷം അധികം വേവിക്കാൻ പാടില്ല, വെന്തുടയരുത്. അപ്പോൾ ആ അച്ചാറിൻ്റെ ടെക്സ്ചറിൽ നിന്ന് വേറൊരു ടേസ്റ്റ് ആയിട്ടാണ് മാറുക. അപ്പോൾ അച്ചാറെന്ന് പറയുമ്പോൾ ഹാഫ് വേവേ പാടുള്ള ഓമക്കായ. അപ്പോൾ ഇവിടെ ഓമക്കായ അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക. ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. താങ്ക് യു. അസ്സലാമു അലൈക്കും.